പൊങ്കാലയിട്ട് ചെന്നപ്പോൾ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു നല്ല ഇതാണ് ഒരു ഇത് വന്നു, കാർഡിയാക് അറസ്റ്റ് വന്നു. കിട്ടിയില്ല, തിരിച്ചു കിട്ടിയില്ല. കുറേ കാലം ഞാൻ പൊങ്കാല ഇടാണ്ടിരുന്നു. കഴിഞ്ഞ 2 വർഷം മുമ്പ് എനിക്ക് മനസ്സമാധാനം തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിടാൻ തുടങ്ങി. ഇത് 3ാമത്തെയാണത് കഴിഞ്ഞിട്ട്. വേറെ ദേവിയേ ഉള്ളൂ എനിക്ക് എന്ന് പറഞ്ഞാൽ ദേവിയുടെ അത്ര വലിയ ഒരു ആരാധിക. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നതാണ് ദേവിയെ. ഞാൻ എത്രയോ വർഷമായിട്ട് കുട്ടിക്കാലം മുതൽ എൻ്റെ അമ്മ ഇവിടെ വന്ന സമയത്ത് അന്ന് ഇത്ര ഇതായിരുന്നില്ല, ഫേമസ് ആയിരുന്നില്ല ദേവി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ദേവി എന്ന് പറഞ്ഞ ശക്തിയാണ്. ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ദേവി തിരുവനന്തപുരത്തെ ആറ്റുകാലം കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഒരു രൂപം. കുംഭഭരണിക്ക് ഉത്സവമേറി കുംഭത്തിലെ പൂരത്തിന് സമാപിക്കുന്ന ചടങ്ങ് എല്ലായിടത്തും വരും. ഞാൻ ഇവിടെ നോർത്ത് ഇന്ത്യയിലായിരുന്നു കുറേ കാലം എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം. അവിടുന്ന് വന്ന് ഞാൻ എല്ലാ ഫ്ലൈറ്റിൽ വന്ന് തലേ ദിവസം വന്ന് കുട്ടികൾ പഠിക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് ഞാൻ പൊങ്കാലയിട്ട് പോകാറുണ്ട്. അത് വളരെ നല്ലതായിട്ട് നടന്നു നീങ്ങി. 5 വർഷമായപ്പോൾ 5ാമത്തെ ഇതിൽ സെയിം ഡേ 27th ഡേ അതാണ് രാവിലെ മുതൽ ഞാൻ ഇവിടെ വന്നത്. ഞാൻ തിരിച്ച് പൊങ്കാലയിട്ട് ചെന്നപ്പോൾ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു നല്ല ഇതാണ് ഒരു ഇത് വന്നു, കാർഡിയാക് അറസ്റ്റ് വന്നു. കിട്ടിയില്ല, തിരിച്ചു കിട്ടിയില്ല. കുറേ കാലം ഞാൻ പൊങ്കാല ഇടാണ്ടിരുന്നു. പരിഭവം. ഇത് കഴിഞ്ഞ 2 വർഷം മുമ്പ് എനിക്ക് മനസ്സമാധാനം തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിടാൻ തുടങ്ങി. ഇത് 3ാമത്തെയാണത് കഴിഞ്ഞിട്ട്. ഇന്ന് രാവിലെ വന്ന്, ഇന്നത്തെ ദിവസമായതാണ്, രാവിലെ വന്ന് ഇവിടെ വന്ന് ഊണ് കഴിച്ചു. രാവിലെ വന്ന് ദർശനം 2 പ്രാവശ്യം നടത്തി, പൂജ ചെയ്ത് പ്രസാദം കിട്ടി വച്ചിരിക്കുന്നു. ഇനി ഇത് സഹസ്രനാമം ചൊല്ലി 2 പ്രാവശ്യം. എന്നിട്ട് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഞാൻ പിള്ളേരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ അമ്പലത്തിൽ പോവുകയാണ്. 2 പിള്ളേരാണ്, 2 പേരും. ഒരാൾ ബാംഗ്ലൂർ, ഒരാൾ ഹൈദരാബാദിൽ. നോർത്ത് ഇന്ത്യയിൽ ജനിച്ച കുട്ടികളായതുകൊണ്ട് അവർക്ക് നല്ലോണം പറയാനേ അറിയാം. ഇന്ന് എന്നെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ, സ്വിച്ച് ഓൺ ചെയ്തില്ലെങ്കിൽ പേടിക്കണ്ട, ഞാൻ അമ്പലത്തിലാണ് പോകുന്നത്. അത് പറഞ്ഞിട്ട് അമ്മയെ വിശ്വാസമാണ്. അതെ 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 വന്നു. ഇനി എല്ലാവരും ഇപ്പം തൃപ്തിയോടെ തിരിച്ചു വീട്ടിൽ പോകുന്നു. പൊങ്കാല ഇടുന്നുണ്ട് പൊങ്കാല ഇത്തവണ വീട്ടിൽ നിന്ന് കഴിഞ്ഞ 2 പ്രാവശ്യം വന്നിട്ടു. ഞാൻ പറയില്ലേ, റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 24 വർഷമായി ഇന്ന് ഹസ്ബൻഡ്. അപ്പോൾ 3ാമത്തെ പൊങ്കാലയാണ്. ഞാൻ വീട്ടിലിടാൻ വിചാരിച്ചു. ദേവിയുടെ ഫോട്ടോയും അയച്ചുകൊണ്ട് പോവുകയാണ്. വീട്ടിൽ പടക്ക വെച്ചിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മെൻ്റൽ പീസിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ആദ്യം പരിഭവമായിരുന്നു. പൊങ്കാല ഇടുന്നെങ്കിൽ അത് ദേവിയുടെ മുമ്പേ ആയിരിക്കും ഞാൻ ആദ്യം ഇടുന്നതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് 3 വർഷം മുമ്പ് ഇട്ടത്. ഇത് 3ാമത്തെ. നല്ല സമാധാനമുണ്ട്. അതെ അതെ പിള്ളേരെല്ലാം നല്ല രീതിയിലായി, അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഞാനിവിടെ തിരുവനന്തപുരത്തുള്ളിടത്തോളം കാലം ഞാൻ ദേവിയെ ഒരു ദിവസം വന്ന് തൊഴുകൂടെ, 10 ദിവസത്തിൽ അന്ന് ദിവസം വന്ന് തൊഴാൻ പറ്റിയില്ലെങ്കിലും ഒരു ദിവസം ഞാൻ വന്ന് തൊഴും. അതിന്ന് വന്ന് തൊഴുതു. ഇനിയിപ്പം വീട്ടിൽ പൊങ്കാലയാണ്. ഈ പറയുന്നതിൽ ദേവി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് വേറെ ദേവിയേ ഉള്ളൂ എനിക്ക് എന്ന് പറഞ്ഞാൽ ദേവിയുടെ അത്ര വലിയ ഒരു ആരാധിക. ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരും പറയുമ്പോൾ, അതാണ്.